മുൻപ് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കുമോ എന്ന് ചോദിച്ചിരുന്ന അതേ ആൾ തന്നെ പിന്നീട് ശ്രീ പിണറായി വിജയൻ പ്രസംഗവേദിയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമയം മുഴുവൻ എണീറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്കാണ് ഭരിക്കുന്ന രാജാവിനെയൊക്കെ പ്രകീർത്തിക്കുന്ന, തമാശകളൊക്കെ പറയുന്ന, ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന, പഴയകാല കൊട്ടാരം വിദൂഷകരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മന്ത്രി ശ്രീ VN വാസവൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. ശ്രീ പിണറായി വിജയൻ്റെ കോട്ടയം സന്ദർശനത്തെ മാർപ്പാപ്പയുടെ കോട്ടയം സന്ദർശനവുമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് പോലും. തന്നെയുമല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന, ദൈവമില്ല എന്ന സങ്കല്പം പൊതുവായി സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ചാട്ടുളി പോലെ എത്തിയത്. ദൈവത്തിൻ്റെ വരദാനമാണ് പിണറായി വിജയൻ എന്ന പ്രസ്താവന. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പല ബിംബങ്ങളെയും അതേപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ വിജയഗീത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പല ഇടതുപക്ഷക്കാരും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് ശരിയായ നിലയ്ക്ക് മനസ്സിലാക്കിയിട്ടാണോ ഇവരൊക്കെ തന്നെ ഇതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പ്രതികരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഉദാഹരണത്തിന് സ്വജനപക്ഷവാദികളിൽ വാദ്യാരാണ് അല്ലെങ്കിൽ മാസ്റ്ററാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നു. എന്താണ് സ്വജനപക്ഷവാദി എന്നതിനെക്കുറിച്ച് പോലും ഇവർക്ക് സാമാന്യമായിട്ടുള്ള അറിവ് പോലും ഇല്ല എന്നാണ് തോന്നിപ്പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് കേരള CM എന്ന പേരിൽ ഒരു വീഡിയോ സോങ് ഇറങ്ങി. അത് ഇതിനോടകം തന്നെ വളരെ വൈറലായിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും തന്നെ അതിനെ വിമർശിച്ചു വരുന്നുണ്ട്. അതിനെ പ്രകീർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു തെറ്റല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് CPMനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് അവരുടെ പരമ്പരാഗത നിലപാട് എന്താണ് എന്നാണ്. നമുക്കെല്ലാം അറിയാം, ശ്രീ P ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചില ഗാനങ്ങളുണ്ടാകുന്നു, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നു, PJ ആർമി ഉണ്ടാകുന്നു. അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് CPMലുള്ള പല ആൾക്കാർക്കും അത് അലോസരമുണ്ടാക്കി. അന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി CPM ഒരു 3 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. ഇന്ന് സ്പീക്കറായിരിക്കുന്ന ശ്രീ AN ഷംസീറൊക്കെ ആ കമ്മിറ്റി അംഗമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവരൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ വാഴ്ത്തുപാട്ടുകളിലൊന്നും തന്നെ ശ്രീ P ജയരാജന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നായിരുന്നു. കണ്ണൂരിൻ്റെ ചെന്താരകമേ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ പറ്റിയുള്ള സ്തുതികൾ. അവസാനം ആ റിപ്പോർട്ട് CPMൻ്റെ സംസ്ഥാന സമിതി അംഗീകരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ തൻ്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചുള്ള ചില പ്രചരണ വേലകളൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് ശ്രീ ജയരാജൻ കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശാസിക്കുന്നതിനും പാർട്ടി തയ്യാറായി. പിന്നീട് ശ്രീ VS അച്യുതാനന്ദനെ പ്രകീർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അതിൽ പരസ്യമായിട്ടുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുന്ന പല ഇടതുപക്ഷ നേതാക്കളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന പല പ്രസ്താവനകളും പല ഗാനങ്ങളും തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ പങ്കിനെക്കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ടെന്ന ആവശ്യമില്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടി കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യമില്ല. എന്നാൽ ഇതിൽ പല കാര്യങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള പല നേതാക്കന്മാരും വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തിസ്തുതികളുടെ ഒരു അനൗദ്യോഗിക ആരംഭം കാരണഭൂതൻ തിരുവാതിരയെ തുടർന്നാണ്. അന്ന് ശ്രീ പിണറായി വിജയനാണ് ഈ CPM എന്ന പാർട്ടിയുടെ ഖ്യാതി ഈ ലോകം മുഴുവൻ എത്തിച്ച കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്ട്രഗിളുകളെ പറ്റിയൊക്കെ തന്നെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗാനം അന്നുണ്ടായിരുന്നു. അത് വ്യാപകമായി വിമർശിക്കപ്പെട്ടതാണ്. എങ്കിലും പിന്നീടും പല രീതികളിലുള്ള സ്തുതികളുണ്ടായി. പ്രഗത്ഭനായ മലയാള കവി ശ്രീ കാട്ടാക്കട മുരുകൻ നായർ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സൂര്യ സാന്നിധ്യം എന്നുള്ള ഒരു കവിത എഴുതി. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കരുതലിനെ പറ്റി, അദ്ദേഹം എങ്ങനെയാണ് ഒരു സൂര്യനായിരിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഒരു നിറയുള്ള നേതാവായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നടൻ ശ്രീ ഭീമൻ രഘു BJP വിട്ട് CPMൽ ചേർന്നപ്പോൾ എങ്ങനെയാണ് ശ്രീ പിണറായി വിജയനെ അദ്ദേഹം പ്രകീർത്തിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. മുൻപ് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കുമോ എന്ന് ചോദിച്ചിരുന്ന അതേ ആൾ തന്നെ പിന്നീട് ശ്രീ പിണറായി വിജയൻ പ്രസംഗവേദിയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമയം മുഴുവൻ എണീറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്കാണ് ഭരിക്കുന്ന രാജാവിനെയൊക്കെ പ്രകീർത്തിക്കുന്ന, തമാശകളൊക്കെ പറയുന്ന, ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന, പഴയകാല കൊട്ടാരം വിദൂഷകരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മന്ത്രി ശ്രീ VN വാസവൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. കോട്ടയത്ത് ശ്രീ പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ്റെ കോട്ടയം സന്ദർശനത്തെ മാർപ്പാപ്പയുടെ കോട്ടയം സന്ദർശനവുമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് പോലും. തന്നെയുമല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന, ദൈവമില്ല എന്ന സങ്കല്പം പൊതുവായി സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ചാട്ടുളി പോലെ എത്തിയത്. ദൈവത്തിൻ്റെ വരദാനമാണ് പിണറായി വിജയൻ എന്ന പ്രസ്താവന. അതിനുശേഷം ശ്രീ പിണറായി വിജയൻ സൂര്യനാണ്, അടുത്തെത്തുന്ന ആൾക്കാർ കരിഞ്ഞു പോകും എന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത് ഒരു പ്രശംസാ വാക്യമെന്നോ വാഴ്ത്തുപാട്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഭീഷണി പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അടുത്തെത്തുന്ന ആൾക്കാരൊക്കെ തന്നെ കരിഞ്ഞു പോകും എന്ന് പറയുന്നത് പ്രശംസാവാചകം എന്നതിനപ്പുറത്തേക്ക് ഒരു ഭീഷണി പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരു ചരിത്ര പുരുഷനാണ് എന്നും മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള, അല്ലെങ്കിൽ തച്ചോളി ഓതേനനെ പോലെയൊക്കെയുള്ള ഒരു ഇതിഹാസ പുരുഷനാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് പാട്ടുകളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, അദ്ദേഹത്തോട് താല്പര്യമുള്ള നിരവധി ആൾക്കാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് LDF കൺവീനർ ശ്രീ EP ജയരാജനും രംഗത്തെത്തിയിരിക്കുകയാണ്.
ഇതിൽ ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയത് മറ്റുള്ള ആൾക്കാർ വാഴ്ത്തിപ്പാടാതിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വയം പുകഴ്ത്തിക്കൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ബ്രണ്ണൻ കോളേജിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശ്രീ കെ സുധാകരനെ പറ്റി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. തന്നെയുമല്ല, ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാത്ത വടിവാളുകളുടെ ഇടയിൽ കൂടി പോയിട്ടുള്ള, ഈ അടുത്ത കാലത്തായിട്ട് തോക്കിനിടയിൽ കൂടി നടന്നു നീങ്ങിയിട്ടുള്ള ആളാണ് താനെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ പ്രത്യേക ഏക്ഷൻ കാണിച്ചിട്ടുണ്ട്, കൈയടിച്ച് പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എതിരാളികളെ നേരിട്ടിട്ടുള്ള ചരിത്രമൊക്കെ തനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വയം ചില പുകഴ്ത്തലുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി കുറേയധികം ആൾക്കാർ ശ്രമിക്കുന്നത്, ഇതേപോലെയുള്ള വീഡിയോ സോങ്ങുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് ശരിയായ നിലയ്ക്ക് മനസ്സിലാക്കിയിട്ടാണോ ഇവരൊക്കെ തന്നെ ഇതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പ്രതികരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഉദാഹരണത്തിന് സ്വജനപക്ഷവാദികളിൽ വാദ്യാരാണ് അല്ലെങ്കിൽ മാസ്റ്ററാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നു. എന്താണ് സ്വജനപക്ഷവാദി എന്നതിനെക്കുറിച്ച് പോലും ഇവർക്ക് സാമാന്യമായിട്ടുള്ള അറിവ് പോലും ഇല്ല എന്നാണ് തോന്നിപ്പോകുന്നത്. ഈ വാഴ്ത്തുപാട്ടുകളെല്ലാം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായമായിട്ടുള്ള വിഭൂതി യോഗമാണ്. അതിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, സർവ്വത്തിനും കാരണഭൂതനായിട്ടുള്ളത് താനാണ്, തന്നിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാ ചരാചരങ്ങളിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് താൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലാണ് അദ്ദേഹം പറയുന്നത്, ആദിത്യന്മാരിൽ താൻ വിഷ്ണുവാണ്, ജ്യോതിസുകളിൽ താൻ സൂര്യനാണ്, നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ്, ദേവന്മാരിൽ ഇന്ദ്രനാണ്, ഭൂതങ്ങളിൽ പ്രാണനാണ്, മൃഗങ്ങളിൽ സിംഹമാണ്, പക്ഷികളിൽ ഗരുഡനാണ് എന്നിങ്ങനെ. ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള പാടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ജ്യോതിസുകളിൽ സൂര്യനാണ് എന്ന് പറയുമ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ തന്നെയാണ് ഇവിടെ പറയുന്നത് ശ്രീ പിണറായി വിജയൻ സൂര്യനാണ് എന്ന്. സൂര്യ സാന്നിധ്യം എന്ന കവിതയിൽ കൂടി കവിയായിട്ടുള്ള ശ്രീ കാട്ടാക്കട മുരുകൻ നായരും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സൂര്യനാണ് എന്നാണ്. നക്ഷത്രങ്ങളിലെ ചന്ദ്രനെ പറ്റിയും ദേവന്മാരിലെ ഇന്ദ്രനെ പറ്റിയും പറയുമ്പോൾ അതുക്കും മേലെയാണ്, ഇന്ദ്രനെയും ചന്ദ്രനെയും കൂസാത്തയാളാണ് താൻ എന്ന് പറഞ്ഞയാളാണ് ശ്രീ പിണറായി വിജയൻ. അതേപോലെ തന്നെ പിണറായി വിജയൻ സിംഹമാണ് എന്ന് ഈ കേരള CM എന്ന വീഡിയോ സോങ്ങിൽ പറയുന്നുണ്ട്. പക്ഷികളിൽ ഗരുഡനാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുമ്പോൾ പക്ഷികളിൽ ഫീനിക്സ് പക്ഷിയാണ് എന്നും അതേപോലെ തന്നെ കഴുകനാണ് എന്നുമൊക്കെയാണ് പുതിയ പിണറായി വിജയൻ സ്തുതിയിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പല ബിംബങ്ങളെയും അതേപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ വിജയഗീത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പല ഇടതുപക്ഷക്കാരും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. ഇതൊക്കെയും ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് എത്രത്തോളം ദൂരത്താണ് എന്നതിനെപ്പറ്റി ഇവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല. അഥവാ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തന്നെ അതിനെക്കുറിച്ച് ഒരു പരസ്യ പ്രതികരണം നടത്തുന്നതിന് അവരെല്ലാവരും തന്നെ ഭയക്കുന്നു, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാത്തിനും കാരണഭൂതൻ താനാണ് എന്നും എല്ലാം തന്നിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്നും പണ്ഡിതർക്കറിയാം എന്ന് ഭഗവത്ഗീതയിൽ പറയുമ്പോൾ മനുഷ്യരിൽ, മൃഗങ്ങളിൽ, പക്ഷികളിൽ, മരങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായത് ശ്രീ പിണറായി വിജയനാണ് എന്ന് കേരള CM എന്ന വീഡിയോ സോങ് നമ്മളോട് പറയുന്നു. അദ്ദേഹം ഒരേ സമയം കുതിരയും കഴുകനും പുലിയും സിംഹവും മന്നനും സൂര്യനും ഫീനിക്സ് പക്ഷിയും തേക്കുമരവും വേപ്പുമരവും ഒക്കെയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും CPM ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നുള്ള ഒരു വിമർശനം എനിക്ക് ഏറെക്കാലമായിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിലും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.